ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ ടിക്ടോക്കിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ടിക്ടോക്കിനെ കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുൻപ് 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ടിക്ടോക്കിനെ കുറിച്ച്. അതിന് പ്രേക്ഷകരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഒരുപാട് ആളുകൾ ആ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു, അതിനൊക്കെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ആളുകൾ ചോദിക്കുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള സൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ മൈ സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷന് കട്ടായി പോയിട്ടുണ്ട്. അതിന് പകരം അവിടെ മൈ ഫേവറേറ്റ് എന്ന് കാണുന്നത്, അതായത് നമ്മൾ ടിക്ടോക്കിൽ നമ്മൾ ഫേവറേറ്റ് ചെയ്ത് വെച്ച വോയിസുകളെ നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ളൊരു സൗണ്ട് എങ്ങനെ മറ്റൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും, അതായത് ടിക്ടോക്ക് അല്ലാത്ത മറ്റൊരു പ്രോഗ്രാം വഴിയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിനായി നിങ്ങൾ ഇൻഷോട്ട് വീഡിയോ എഡിറ്റർ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ, ടിക്ടോക്ക് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലെ വീഡിയോ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്തതിന് ശേഷം അത് മ്യൂസിക് ഇല്ലാതെയോ എങ്ങനെ വെച്ചാൽ പിന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ പബ്ലിക്കായിട്ട് വേണ്ട, ഒന്ന് പ്രൈവറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത മ്യൂസിക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോ എടുക്കാം. ആ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾ അത് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അത് വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്യാം, ടിക്ടോക്ക് ക്ലോസ് ചെയ്യാം. തുടർന്ന് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ഇൻഷോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. തുടർന്ന് നമ്മൾ വീഡിയോ എന്ന് കാണുന്ന ഈ സെക്ഷൻ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടിക്ടോക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ആ വീഡിയോ സെലക്ട് ചെയ്യുക. തുടർന്ന് ആ വീഡിയോയുടെ ഈ ടൈം ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ സൗണ്ട് ഇതുപോലെ കട്ട് ചെയ്യുക. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാൽ മതി. വീണ്ടും സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക. രണ്ടാമതായിട്ട് ക്യാൻവാസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം മുകളിൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാം 9.16 എന്നുള്ളൊരു റേഷ്യോ. ആ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. കാരണം ഇതാണ് ടിക്ടോക്കിൻ്റെ സൈസ്. അപ്പോൾ ഒന്നുകൂടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മ്യൂസിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും മൈ മ്യൂസിക് എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ മൊബൈലിലുള്ള മ്യൂസിക്കുകളാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് യൂസ് എന്ന് കൊടുത്താൽ മതി. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ ഇതുപോലെ ട്രിം ചെയ്തിട്ട് സൈസ് നമ്മുടെ വീഡിയോക്ക് അനുസരിച്ചുള്ള സൈസാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഇതിൻ്റെ സൈസും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യുക. ഒന്നുകൂടി ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മുകളിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണാം. സേവ് ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ആവശ്യമുള്ള ക്വാളിറ്റി ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്പ് ക്ലോസ് ചെയ്യാം. വീണ്ടും നമ്മൾ ടിക്ടോക്കിൽ പോകുന്നു. അവിടെ നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്ന പോലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അതിന് നിങ്ങൾക്ക് കാണാം അവിടെ നമ്മൾ സാധാരണയായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ആഡ് മ്യൂസിക് എന്നെടുക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ മൊബൈലിലുള്ള മ്യൂസിക് സെലക്ട് ചെയ്യാനുള്ള മൈ സൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണായിരുന്നു. ഏറ്റവും മുകളിലായിട്ടും ഇവിടെ മൈ സൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ ആ ഓപ്ഷന് കട്ടായിട്ടുണ്ട്. ഇപ്പോൾ മൈ ഫേവറേറ്റ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ ഇവിടെ ഫേവർ ചെയ്ത ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ കാണാൻ സാധിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ട്രിക്ക് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഈ വീഡിയോ, നമ്മൾ നേരത്തെ ആ പ്രോഗ്രാമിൽ ചെയ്ത് വെച്ച ആ വീഡിയോ ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തുടർന്ന് നമ്മൾ സാധാരണ ടിക്ടോക്ക് ചെയ്യുന്ന പോലെ തന്നെ നെക്സ്റ്റ് അടിച്ചിട്ട് ഇതുപോലെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് അടിച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. പബ്ലിക്കായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അത് നമ്മൾ ടിക്ടോക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ വീഡിയോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്കാണ് ഇപ്പോൾ നമ്മുടെ ഫേവറേറ്റ് സൗണ്ട് ചെയ്യാൻ ഇപ്പോൾ നിലവിലുള്ളത്. ഒരു പക്ഷേ അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ വീണ്ടും മൈ സൗണ്ട് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ടിക്ടോക്കിനെ കുറിച്ചുള്ള ഈ ഒരു മൂന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ അറിവുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ്.